എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആചരണങ്ങളിലൂടെ ഒരു മാറ്റം, നമുക്ക് ഒരു ആധ്യാത്മികവും ഭൗതികവുമായ സാമൂഹികമായ മാറ്റം അതിനേക്കാൾ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഹൈന്ദവ നവോത്ഥാനം സാധിക്കാൻ ഹൈന്ദവികത വളർത്തണമല്ലോ. ആ ഹൈന്ദവികത എന്നുള്ള ആചരണങ്ങളിലാണ് അത് വളരെ പ്രാധാന്യമുള്ള ഈ ആചരണങ്ങളുണ്ട്. എന്താ, നമുക്ക് തുടങ്ങാം. സാധാരണ പോലെ ഗുരു പരമ്പരയും ഗുരു കാരണവന്മാരെയും മാതാപിതാക്കളെയും കുലദേവതയും സ്മരിച്ച് അവരുടെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വാമദേവഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഓം നമ ശിവായ. 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 വാമദേവഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഗുരുർ ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ആനന്ദമാനന്ദകരം പ്രസന്നം ജ്ഞാനസ്വരൂപം നിജബോധരൂപം യോഗീന്ദ്രമീഢ്യം ഭവരോഗവൈദ്യം ശ്രീമദ്ഗുരും നിത്യമഹം ഭജാമി. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ടമഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം.
വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി. വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെ എന്നുള്ളത്തിൽ വന്നു വിളയാടു സരസ്വതീ നീ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് 3 കാര്യങ്ങൾ പ്രധാനമായിട്ട്. ഒന്ന്, ജാതകർമ്മ, നാമകരണം, സാധാരണ ചരട് കെട്ടുന്ന, നൂല് കെട്ടുക എന്ന് ചില ഭാഗത്ത് പറയുന്ന ആ ചടങ്ങ്. ഈ 3 കാര്യങ്ങളാണ് ഇത് ഒതുക്കിയിരിക്കുന്നത്. ഇത് ജാതകർമ്മം ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ ചെയ്യേണ്ട ക്രിയ ജാതകർമ്മം. തേനിൽ വയമ്പും വയമ്പ് വയമ്പ് മോതിര സ്വർണവും ഇത് രണ്ടും ചാലിച്ച് അത് കുഞ്ഞിൻ്റെ വായിൽ കൊടുക്കുന്നു ആദ്യമായിട്ട്. പക്ഷെ ആ സ്വർണം നല്ലതായിരിക്കണം. ഈ കാലഘട്ടത്തിലെ പ്രത്യേകത ചെമ്പ് കൂടുതലുള്ള സ്വർണമാണല്ലോ കിട്ടുന്നത്. അത് കഴിഞ്ഞ് തങ്കമായിരിക്കണം എന്ന് കരുതേണ്ടത്. കാരണം ചെമ്പ് കൂടുതൽ ചെന്നാൽ കുട്ടിക്ക് ഭയം ഉണ്ടാവും. അതുകൊണ്ട് ശുദ്ധമായ തങ്കമാണ് കരുതേണ്ടത്. നമ്മൾ ചെറിയ സൂചി ഉണ്ടാക്കിയിട്ട് കരുതാൻ ചെയ്യാം. പണ്ട് കാലത്തൊക്കെ അതെന്ന് വെച്ചാൽ നമ്മളൊരു വയമ്പിൻ്റെ കഷ്ണം എടുത്ത് അതിനുള്ളിൽ അടിച്ച് കയറ്റി നിത്യേന അത് അരച്ചു കൊടുക്കും. വയമ്പിൻ്റെ പ്രത്യേകത 7 വയസ്സ് തികഞ്ഞ് 8ാമത്തെ പിറന്നാൾ വരെ അത് കൊടുക്കണമെന്നും 8ാമത്തെ പിറന്നാൾ കഴിഞ്ഞാൽ ഗായത്രി മന്ത്ര ഉപദേശം വേണമെന്നാണ് നിയമം. അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടി, ആ കുട്ടി 100% ഗ്രാഹ്യശേഷി ഉണ്ടാകും. എന്ത് കേട്ടാലും അതേപടി മനസ്സിലാക്കും, എന്ത് കണ്ടാലും അതേപടി ഉൾക്കൊള്ളും. 100% ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ 100% ഉൾക്കൊള്ളാൻ കഴിയും. അതെൻ്റെ പ്രത്യേകത. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു പേരിനൊന്ന് കൊടുക്കുക, അങ്ങനെയല്ല. ഒരു നിത്യേന രാവിലെ പ്രഭാതത്തിൽ ആദ്യം ചെയ്യേണ്ടത് വയമ്പ് കൊടുക്കലാണ്. വയമ്പും തേനും കൊടുക്കലാണ്. അതിൻ്റെ ചില ചില സ്ഥലങ്ങളിൽ രുദ്രാക്ഷം, മായക്ക എന്നൊക്കെ പറയുന്ന കുറച്ച് ഔഷധങ്ങളുണ്ട്. കഫം വർദ്ധിക്കാതിരിക്കാൻ വേണ്ട മരുന്നുകൾ, മായക്ക എന്നൊക്കെ പറയുന്നത്, അത് ചേർത്ത് കൊടുക്കാറ്. രുദ്രാക്ഷം കൊടുക്കാറുണ്ട്. മുത്തങ്ങ അരച്ചു കൊടുക്കാറുണ്ട്. വയറിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മുത്തങ്ങ നല്ലത്, കൃമിയൊക്കെ പോകാൻ നല്ലതാണ്. അങ്ങനെ ആരോഗ്യത്തിന് വേണ്ടതും ബുദ്ധിപരമായ കാര്യങ്ങളുമാണ് ശരിക്കും ഈ ജാതകർമ്മം എന്ന് പറയുന്ന ചടങ്ങ് കേട്ടല്ലോ. അപ്പം ജാതകർമ്മത്തിന് ശരിക്കും പറഞ്ഞാൽ ജനിച്ച ഉടനെ ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് പ്രായമായിട്ട് കഴിയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കഴിയില്ല. ഒരു സെക്കൻഡ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായോഗികമായിട്ട് കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? 28ാം പിറ ജനിച്ച അതേ നക്ഷത്രം വരുന്ന ദിവസമാണ് 28ാം പിറന്നത്. 28ാം ദിവസം എന്ന് പറയുന്നത് ജനിച്ച അതേ ദിവസം വീണ്ടും വരുന്നു, അതേ നക്ഷത്രം വീണ്ടും വരും. 27 നക്ഷത്രമാണല്ലോ. 27 കഴിഞ്ഞ് 28ൽ ജനിച്ച നക്ഷത്രം തന്നെ വരും. ചില ഇതിന് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ആ നക്ഷത്രം നമുക്ക് പ്രത്യേകം കണക്കാക്കേണ്ടത്. ചില സ്ഥലങ്ങൾ സ്ത്രീകളാണെങ്കിൽ ഒരു ദിവസം മാറ്റും. അങ്ങനെ ചടങ്ങ് കേട്ടിട്ടുണ്ട്. അത് ശരിയല്ല. സ്ത്രീയും പുരുഷനും ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം തുല്യ പ്രാധാന്യമുണ്ട്. ആരും ആരുടെയും താഴെയല്ല. അതെല്ലാവരും ഈശ്വര ചൈതന്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും തുല്യരാണ്. ആരും അതിന് താഴെയല്ല. കാരണം ജനിച്ച് 3 മാസം കഴിഞ്ഞ ശേഷം മാത്രമാണ് ലിംഗവ്യത്യാസം വരുന്നത്. അത് മെല്ലെ വരാൻ തുടങ്ങും, അത്രയേ ഉള്ളൂ. അത് മെല്ലെ മെല്ലെ വരുന്നുള്ളൂ. അതേസമയം 3 മാസം വരെ വ്യത്യാസമില്ല. ഒരേ ചൈതന്യമാണ് ഈ പെൺകുട്ടി ആൺകുട്ടി ശരീരത്തിലുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അതേ നക്ഷത്രമാണ് ചെയ്യേണ്ടത്. ചില പാലുകൂടി നീട്ടി 56 പിന്നെ ഭർത്താവിൻ്റെ അടുത്ത് കൂട്ടി കൊണ്ടുവന്നിട്ടാണ് ചെയ്യുക. അത് പ്രാദേശിക ചില കാര്യങ്ങളാണ്. ശാസ്ത്രമനുസരിച്ച് അത് 28ാം ദിവസമാണ് നടത്തേണ്ടത്. അപ്പോൾ ഏത് സംസ്കാര ക്രിയകൾക്കും കഴിഞ്ഞ ക്രിയകൾക്കൊക്കെ പറഞ്ഞതുപോലെ തന്നെ
ഒരു ഗായത്രി യജ്ഞവും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ സാമാന്യ ആദ്യത്തെ ഭാഗം പറയാം, എന്നിട്ട് ബാക്കി പറയാം. ഇതൊന്നും നമ്മൾ കാണാതെ പഠിച്ചേണ്ടതല്ല, ചെയ്യിച്ചു കൊടുക്കേണ്ടതാണ്. എപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്തും നമ്മളൊരു നോട്ട്, ഇതിൻ്റെ പ്രിൻ്റഡ് നോട്ട് കിട്ടും, അത് കയ്യിൽ കരുതണം. അപ്പോൾ ഇത് സാമാന്യ വേണ്ട ഉപകരണങ്ങൾ, സാമാന്യ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കാം കേട്ടത്. വിളക്ക് 2 വിളക്ക്, എണ്ണ 500, ഒരു 2 വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്, തിരി, തീപ്പെട്ടി, കുറച്ച് തെച്ചിയും തുളസിയും, കുറച്ച് പൂവ്, ഉണങ്ങലരി, നെല്ല് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അക്ഷരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചന്ദനം. ചന്ദനം വാങ്ങുന്നതിന് പാടില്ല. ശരി, നല്ല ശുദ്ധമായ ചന്ദനം നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ ചില ഖാദി ബോർഡ് സ്റ്റോറുകളിൽ കിട്ടും, അല്ലെങ്കിൽ ചില ഈ നമ്മുടെ കൗതുക ഉപകരണങ്ങൾക്ക് വിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ കിട്ടും നമുക്ക് സാധാരണ. അവിടെ കുറച്ച് വില കൂടി, കുറേ കാലം ഒരു കഷ്ണം ചന്ദനമായി കുറേ കാലം നിൽക്കും. ഒരു 1000 രൂപയുടെ ചന്ദനം, 500 രൂപയുടെ ചന്ദനമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുറേ കാലം നിൽക്കും. അതുകൊണ്ട് ചന്ദനം അരച്ച് കഴിഞ്ഞിരിക്കാൻ നോക്കാം. ചന്ദനം അരയ്ക്കാൻ ഒരു ചാണ വേണം, കാരണം വയമ്പും അതിൽ തന്നെ അരയ്ക്കാം. ഇതിൽ തന്നെ ഇപ്പം ഇന്നത്തെ കാലം ശ്രദ്ധിക്കേണ്ടത്, പല ചാണകളും ചന്ദനം അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ അരച്ചു പോകും, അത് കൃത്രിമമാണ്. അപ്പം വിശ്വസിക്കാവുന്ന സ്ഥലത്ത് നിന്ന് ചാണകം വാങ്ങിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു നല്ല കരിങ്കല്ല്, തേയാത്ത കരിങ്കല്ല് ഒരു കഷ്ണം സൂക്ഷിച്ചാലും മതി. പിന്നെ ഒരു ഡപ്പി കുങ്കുമം. കുങ്കുമം എന്ന് പറയുന്നത് ഇത് ഒന്ന് തൊടിക്കാൻ കുങ്കുമം വേണം. പിന്നെ കർപ്പൂരം ഒരു പാക്കറ്റ്, ഭസ്മം ഒരു പാക്കറ്റ്, വെറ്റിലി മടക്കി, ഉണ്ട നൂല്, നാളികേരം. നാളികേരം അത് തുപ്പോട് കൂടി വേണം, കാരണം അത് നമുക്ക് മറ്റേ കലശത്തിന് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സാധാരണ കുറച്ച് കേരളത്തിലെ ഏജൻസി മുൻഭാഗത്ത് ഒരു ശിഖ ഇങ്ങനെ വെക്കണം. ഇതല്ലോ മനസ്സിലായി. ആലില മാവില, ജലപാത്രം, ജലം കൊണ്ടുവയ്ക്കുന്ന പാത്രം, ഒരു സ്പൂണ്, പിന്നെ കലശപാത്രം, ഒരു പരതകിണ്ടിയോ അല്ലെങ്കിൽ കലശപാത്രം വേണം, ഒരു സ്പൂണ് വേണം, താലം വേണം, കർപ്പൂര തട്ട് വേണം, പിന്നെ കോടിവിളക്ക്, എണ്ണയിൽ നനച്ച തിരി, നിവേദ്യം, മധുരം, എല്ലാവർക്കും വിതരണം ചെയ്യാവുന്ന ഏതെങ്കിലും മധുരം തയ്യാറാക്കി വയ്ക്കുക. സാമാന്യം ഇത്തരം കാര്യങ്ങളാണ്. ഈ ചെയ്ത് വരുമ്പോൾ അത് വ്യത്യാസമുള്ളതിനെ നോട്ട് ചെയ്ത് നോക്കും, ചേർക്കാം. ബാക്കി മുഴുവൻ ഞാൻ പറയാം. ഒരു ദീപം എണ്ണയൊഴിച്ച് തിരിയിട്ട് തയ്യാറാക്കി വയ്ക്കുക. അതിന് മുൻപിൽ ജലം നിറച്ച കലശപാത്രം വയ്ക്കുക. നൂല് ചുറ്റിക്കെട്ടി, ശരിക്കും നൂല് ചുറ്റുന്ന ക്രമമുണ്ട്, അത് മുഖ്യവർ അറിയില്ല. അപ്പോൾ കഴുത്തിൽ, അതിൻ്റെ കലശത്തിൽ കഴുത്തിൽ മാത്രം നൂല് ചുറ്റിയാൽ മതി. ആലിലയും മാവിലയും കൊണ്ട് അലങ്കരിച്ച് മുകൾ നാളികേരം വെച്ച് തയ്യാറാക്കുക. സാധാരണ കലശങ്ങളൊക്കെ മാറി കാണുന്നതാണല്ലോ. കലശത്തിൽ മാല ചാർത്താം. ദീപവും കലശപാത്രവും ഒരു ഇലയിലോ തളികയിലോ വെക്കണം. ദീപവും കലശപാത്രവും അത് വെറും നിലത്ത് വെക്കരുത്, കാരണം കലശത്തിലാണ് ദേവത ആവാഹിക്കുന്നത്. ഒരു ഇലയിലോ തളികയിലോ വെക്കണം. തളികയിൽ അരി വിരിച്ച് അതിന് മുകളിൽ കലശപാത്രം വെക്കാം. ഇരിക്കാൻ ഭംഗിയുള്ള ഒരു ഇരിപ്പിടം വേണം. വൃത്തിയുള്ളതും ഭംഗിയുള്ളത് വൃത്തിയുള്ളതായിരിക്കണം. കാരണം എല്ലാം ഉപയോഗിച്ച് സർക്കാർ അവിടെ തട്ടിക്കൂട്ടി കൊണ്ടുവന്ന് പോരാ, എല്ലാവരും ഇരിക്കണം. അപ്പോൾ ക്രിയ ചെയ്യേണ്ടത് ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂടി ചേർന്നാണ് ചെയ്യേണ്ടത്. നമുക്ക് ക്രിയ ചെയ്യുന്ന പുരോഹിതൻ അതിൻ്റെ ഇടതു ഭാഗത്ത് ഒരു സ്ഥലം, ഒരു പീഠ, ഒരു വിരിപ്പ് വിരിച്ച് അവിടെ ഇരിക്കണം. പിന്നെ ചുറ്റും എല്ലാ വീട്ടംഗങ്ങളും മുഴുവൻ ചുറ്റും ഇരിക്കണം. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ചെയ്യേണ്ടത്. ഇന്ന് ടി വിയിൽ നല്ല രസമുള്ള കാഴ്ച കണ്ടു. ശ്രീനിവാസന്റെ ശവസംസ്കാരമായിരുന്നു. അതിന് മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് സമൂഹം മൊത്തം ഏറ്റെടുത്തു. അതാണ് വേണ്ടത്. ഒരു സ്വകാര്യമായി ചെയ്യേണ്ടതല്ല ഈ ക്രിയകൾ, സമൂഹം മൊത്തം ഏറ്റെടുത്ത് ആ വീട്ടിലെ മുഴുവൻ ആൾക്കാർ, അംഗങ്ങളും അവർ ക്ഷണിച്ച ആളുകൾ എല്ലാവരും ഇരിക്കാൻ പറയണം. ചില മന്ത്രങ്ങൾ അവർ ഏറ്റു പറയാൻ നമുക്ക് പറ്റും. അവർ പങ്കാളി നമുക്ക് വേണം. പിന്നെ സംസ്കാര വിധി, ദീപപ്രോക്ഷണം, ഗുരുവന്ദനം, ഇതൊക്കെ നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞതാണ്. ആ ഗുരുവന്ദനമൊക്കെ നേരത്തെ ചെയ്ത് കഴിഞ്ഞ ശേഷം വിളക്ക് എത്തിക്കാൻ മന്ത്രം നേരത്തെ പറഞ്ഞു. അഗ്നിർ ജ്യോതിരഗ്നി സ്വഹ. അത് കഴിഞ്ഞ് ഗുരുവന്ദനം, ഗുരുവിനെയും ഗണപതിയെയും വന്ദിക്കണം. മംഗളാചരണം, ആചമനം ചെയ്യിക്കുക, ചെയ്യാനുള്ളവർ ചെയ്യിക്കാനാണ്. ന്യാസം നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, ആ നോട്ട് കൃത്യമായി ഉണ്ടാവും. പിന്നീട് ഒന്നുകൂടെ വിശദീകരിക്കും.
പവിത്രീകരണം. അപവിത്ര പവിത്രോ വാ സർവാവസ്ഥാം ഗതോ വിവ യത് സ്മരേത് പുണ്ടരീകാക്ഷം സ ബാഹ്യാഭ്യന്തര ശുചി. പുനാത് പുണ്ടരീകാക്ഷ പുനാത് പുണ്ടരീക്ഷ പുനാത് എന്ന് പറഞ്ഞ് എല്ലാവരും തളിക്കണം. ആ ജലം, കയ്യിൽ ജലം എടുത്ത് മന്ത്രം ജപിച്ച് ഇടത് കൈയിൽ ജലം എടുത്ത് വലതുകൊണ്ട് അടച്ചു പിടിച്ച് ഈ ജലം എല്ലാവരെയും തളിക്കണം, ചുറ്റും തളിക്കണം. ചന്ദനം ധരിക്കണം, പൃഥ്വീപൂജനം ചെയ്യണം, സങ്കല്പം ചെയ്യണം. മമോപാത്ത സമസ്ത ദുർദക്ഷദ്വാര സകല ദേവതാ പ്രീത്യർത്ഥം. ഇടത് കൈയിൽ വലത് കൈ വെച്ച് വലത് മുട്ടിന് മുകളിൽ വെച്ചിട്ട് സങ്കല്പം ചെയ്യേണ്ടത്. അത് ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയാണ് പ്രധാനം ചെയ്യേണ്ടത്. ബാക്കി എല്ലാവർക്കും ചെയ്യുകയും ചെയ്യും. മമോപാത്ത സമസ്ത ദുർദക്ഷദ്വാര സകല ദേവതാ പ്രീത്യർത്ഥം ചതുർവിധ പുരുഷാർത്ഥ സിദ്ധ്യർത്ഥം ആയുരാരോഗ്യ സൗഭാഗ്യ സമ്പദ് അഭിവൃദ്ധ്യർത്ഥം നാമകരണ സംസ്കാരം യഥാവിധി അഹം കരിഷ്യം. നാമകരണ സംസ്കാരം പറഞ്ഞു വെച്ചിരിക്കുന്നു. കലശപൂജ, കലശം നൂൽ ചുറ്റി ആലിലെയും മാവിലെയും വെച്ച് മുകളിൽ തുപ്പോട് കൂടി ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ വെക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് എല്ലാ ദേവന്മാരെയും പ്രാർത്ഥിക്കണം. പിമ്മാണം ശൂലപാണിം ഹരിമമരപതിം ഭാസ്കരം സ്കന്ദമിന്ദും വിഷ്ണു വന്യം ധനേശം വരുണമവി യമം വരുണമവി യമം ധർമ്മമാര്യാൻ ഫണീന്ദ്രാൻ ദേവാൻ ദേവീ സമേതാൻ ഗ്രഹ മുനി പിതൃ ഗോ പക്ഷി നക്ഷത്രയക്ഷാൻ ത്രൈലോക്യസ്ഥാൻ സമസ്താൻ സകല പരിവൃതാൻ സമസ്താൻ സകല പരിവൃതാൻ സർവഭൂത്യൈ നമാമി. ലോക്യസ്ഥാൻ സമസ്താൻ സകല പരിവൃതാൻ സർവഭൂത്യൈ. ഈ മന്ത്രം ജപിച്ച് പുഷ്പാക്ഷരം ആ കലശത്തിൽ സമർപ്പിച്ച് എന്നിട്ട് അതിനെ എല്ലാ ദേവനും സാന്നിധ്യമുണ്ടെന്ന് വിചാരിച്ച് തൊഴുതുകൊണ്ട് പറയണം. ഓം തത്വായാമി ബ്രഹ്മണാവന്തമാനസ്തഥാ ശാസ്തേ യജമാനോ ഹവിർഭി അഹേഡമാനോ വരുണേഹ ബോധ്യുവിശംസമാന ആയുപ്രമോഷി. അപ്പോൾ എല്ലാം ജലഗന്ധ പുഷ്പാക്ഷരം എല്ലാം കയ്യിലെടുത്തിട്ട് ഓം ജലഗന്ധം പുഷ്പാക്ഷരം സമർപ്പയാമി. വളരെ ചെറിയൊരു പൂജ. അത് വൈദിക സമ്പ്രദായം, ഉത്തരേന്ത്യയിൽ വൈദിക സമ്പ്രദായ പൂജയാണ്. പ്രത്യേകിച്ച് എല്ലാ വസ്തുക്കളും ചെയ്യുന്നില്ല. ജലഗന്ധ പുഷ്പാക്ഷരങ്ങളും ചന്ദനവും കയ്യിലെടുത്ത് ഓം ജലഗന്ധ പുഷ്പാക്ഷരം സമർപ്പയാമി എന്നിവ സമർപ്പിക്കാം. വീണ്ടും പുഷ്പം എടുക്കുക. ഓം ധൂപം സമർപ്പയാമി, ഓം ദീപം സമർപ്പയാമി, ഓം നൈവേദ്യം സമർപ്പയാമി. തയ്യാറാക്കി വെച്ച നൈവേദ്യം അവിടെയാണ് സമർപ്പിക്കേണ്ടത്. ഓം സർവദേവതാഭ്യോ നമ സർവോപചാരം സമർപ്പയാമി നമ. എല്ലാ ദേവന്മാരും ചെയ്യും. പിന്നെ സ്വസ്തി വാചം. ഓം സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവ എന്ന് പറയുന്ന മന്ത്രം, നേരത്തെ പറഞ്ഞ മന്ത്രം ചൊല്ലണം. പിന്നെ രക്ഷാവിധാനം, നമ്മുടെ ചുറ്റുപാടും രക്ഷിക്കാൻ വേണ്ടിയിട്ട് പൂർവ്വേ രക്ഷതുവാരാഹി എന്ന് പറയുന്ന മന്ത്രം ജപിക്കാം. അത് കഴിഞ്ഞ് അപ്പോൾ ഇത്രയും പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം. അത് ഇതിവിടെ നമ്മൾ യജ്ഞം ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പ്രസവിച്ച ഉടനെയാണ്. അവിടെ പുകയൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തൽക്കാലം യജ്ഞരൂപേണ സങ്കല്പത്തിൽ ഒരു ചെറിയ പൂജ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ ശുദ്ധീകരിക്കണം. നമ്മൾ വീട് മുഴുവൻ ശുദ്ധമായ ശേഷം, സ്ത്രീയും ശുദ്ധമായ ശേഷം ഇതൊക്കെ ചെയ്യേണ്ടത്. പിന്നെ നാമകരണം. അവർക്ക് ഈ നേരത്തെ മൊത്തം പറഞ്ഞിരിക്കുക 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് വേണം. ഒന്ന് മേഖലാബന്ധനം. മേഖല എന്നത് സാധാരണ ബ്രഹ്മചാരികൾക്ക് മേഖല കിട്ടുന്നത് കേരളത്തിലെ രീതി അനുസരിച്ച് ഉപനയനത്തിനാണ് മേഖല കിട്ടുക. അത് ശരിക്ക് ഒരു പ്രത്യേകതരം മാനിൻ്റെ തോലാണ് എടുക്കാറ്. ഇപ്പം അത് കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ അരയിൽ നല്ല കട്ടിയുള്ള സത്യൻ ബി ആർ. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് കട്ടിയുള്ള വെച്ച് മേഖലാബന്ധനം, കർത്തവ്യപാലനത്തിനുള്ള. എന്തിനാണ് അരയിലാണ് ഈ മേഖല കെട്ടേണ്ടത്? എന്തിനാ പറഞ്ഞാൽ നമ്മൾ സാധാരണ അരയും തലയും മുറുകിയിട്ടാണല്ലോ പോവാറ് ഒരു കാര്യനിർവഹണത്തിന്. അപ്പം ജീവിതം മുഴുവൻ ഈ കുഞ്ഞ് എന്ത് പ്രവൃത്തി ചെയ്യാനുള്ള ഉത്സാഹത്തോടു കൂടിയുള്ള ആളായിരിക്കണം. അരയിൽ ചരടിയുടെ പ്രധാന ഉദ്ദേശം അയാളുടെ ഉള്ളിൽ, ആ കുട്ടിയുടെ ഉള്ളിലെ ചൈതന്യം അധോമുഖമായിട്ട് പോകരുത്. അത് ബ്രഹ്മചര്യകാലം മുഴുവൻ അത് മുകളിലേക്കാണ് ഊർജ്ജപ്രവാഹം വേണ്ടത് എന്നതുകൊണ്ടാണ് അരയിൽ ഉള്ളി കെട്ടാൻ. അപ്പം അരയിലാണ് ഇവിടെ ഇപ്പോൾ സാധാരണക്കാരൻ നൂലുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മളൊരു കുറച്ച് കട്ടിയുള്ള നൂല് വേണം. 2 3 ഏഴ് പിരിച്ചെടുത്താൽ നന്നായിരിക്കും ആണ് വേണ്ടത്. അപ്പോൾ
കർത്തവ്യപാലനത്തിനുള്ള ഉത്സാഹം, ഊർജ്ജസ്വലത ഊർജ്ജസ്വലത, ചുറുചുറുക്ക്, സന്നദ്ധത എന്നിവ ഉണ്ടാകുന്നതിന് പ്രാണശക്തി മുകളിലേക്ക് പ്രവഹിക്കണം. മന്ത്രം ചൊല്ലുന്നതോടെ പിതാവ് ശിശുവിൻ്റെ അരയിൽ ചരട് കെട്ടുക. കേരളത്തിൽ പണ്ട് കാലത്തൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കറുത്ത ചരടാണ് കെട്ടാറ്. അത് കോട്ടൺ ആയിരിക്കണം നിർബന്ധമാണ്, സിൽക്കിൻ്റെ പറ്റില്ല. അതിനകത്ത് പഞ്ചലോഹങ്ങളുടെ കുഴലും ഇടമ്പിരിയും വലമ്പിരിയും സാധാരണ കെട്ടാറ്. അതാണ് അവിടെ കെട്ടാറ്, അരയിൽ കെട്ടുന്നത്. പഞ്ചലോഹ കുഴകൾ, ചെമ്പ്, സ്വർണം, എല്ലാ ഇരുമ്പ്, അങ്ങനെ നമ്മൾ സാധാരണ പല പൂജ സ്റ്റോറുകളിലും പറഞ്ഞാൽ അത് തരും. ഒരു ചെറിയൊരു കുഴ, അതിനകത്ത് ഈ നൂല് കോർത്താണ് കെട്ടാറ്. അതിന് രണ്ട് ഭാഗവും ഇടമ്പിരിയും വലമ്പിരിയും വേണം. അത് വളരെ അർത്ഥവത്ത സാധനമാണ്. ഇപ്പം അത് പ്ലാസ്റ്റിക് സാധനം ഉപയോഗിക്കുന്നത്. ശരി, ഇടംപിരി വലംപിരി എന്ന് പറയുന്നത് ഒരു ഔഷധമാണ്. ഒരേ മരത്തിൽ രണ്ട് ഭാഗത്തും പിരിയുള്ള ഒരു കായ കിട്ടും. ചില കട്ടപ്രദേശങ്ങളാണ് അതൊക്കെ കിട്ടുക. ചില ഔഷധം വിൽക്കുന്ന കടകളിൽ ഇത് കിട്ടും, നമുക്ക് അവിടെ കിട്ടുള്ളൂ. ഇതാണ് കെട്ടേണ്ടത്. പക്ഷേ പൊതുവെ അത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടും രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ മുത്ത് പോലെ സാധനം കെട്ടാണ്. പറ്റുമെങ്കിൽ ശരിയായ ഇടംപിരിയും വലംപിരിയും കിട്ടും, അല്ലെങ്കിൽ ഇതെങ്കിലും കിട്ടും. കാരണം ഒന്ന് താഴെ, ഇടംപിരി എന്ന് പറയുന്നത് താഴേന്ന് മുകളിലേക്ക് വലംപിരി എന്ന് പറയുന്നത് താഴേന്ന് മുകളിലേക്ക് താഴേന്ന് മുകളിലേക്ക് ഊർജ്ജപ്രവാഹമാണ് വലംപിരി. മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഊർജ്ജപ്രവാഹമാണ് ഇടംപിരി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് കെട്ടിവെക്കാം. മന്ത്രം ചൊല്ലുന്നതോടെ പിതാവ് ശിശുവിൻ്റെ അരയിൽ ചരട് കെട്ടുക. ഇയം ദുരുക്തം പരിബാധമാന വർണ്ണം പവിത്രം പുനതീവ ആക പ്രാണാപാനാഭ്യാം ബലമാദധാന സ്വസാദേവി സുഭഗ മേഖലേയം എന്ന് പറഞ്ഞ് കെട്ടേണ്ടത്. 2-3 പ്രാവശ്യം ജപിച്ച ശേഷം കെട്ടിയാൽ മതി. അപ്പം എന്താ പറയുക? ഇയം ദുരുക്തം പരിബാധമാണ് വർണ്ണം പവിത്രം പുനതീമാക പ്രാണാപാനാഭ്യാം ബലമാദധാന. ഒരു മനുഷ്യൻ്റെ ബലം എന്ന് പറയുന്നത് പ്രാണശക്തിയാണ്. ആ പ്രാണശക്തി അധോമുഖോട്ട് സഞ്ചരിച്ചാൽ അയാളുടെ ചിന്തകൾ അധോമുഖോട്ട് പോകും. ചിന്തകൾ ഊർദ്ധമുഖമായി പോകണം, പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത്. അതിന് പ്രാണശക്തിയെ നിയന്ത്രിക്കാനാണ് വേണ്ടത്. അതാണ് ഇതിൻ്റെ സങ്കല്പം കേട്ടോ. ഓം ഇയം ദുരുക്തം പരിബാധമാന വർണ്ണം പവിത്രം പുനതീം ആകാത് പ്രാണാപാനാഭ്യാം ബലമാദധാന സ്വസാദേവി സുഭഗ മേഖലേയം എന്ന് പറഞ്ഞ അരയിൽ ചരട് കെട്ടി. സങ്കല്പം ഇതാണ്. ഈ സങ്കല്പം വിശദീകരിച്ചു കൊടുക്കണം. ശേഷം വെറുതെ ഒരു ക്രിയ ചെയ്താൽ പോരാ, നന്നായിട്ട് വിശദീകരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ കഴിവെന്താണ്? അത് വേണ്ട പോലെ അവതരിപ്പിക്കുന്നതിനാണ് വേണ്ടത്. കാരണം ഇത് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഹൈന്ദവ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ഇത് വേണ്ട പോലെ ചെയ്ത് അർത്ഥം മനസ്സിലാക്കി ചെയ്താൽ ചുറ്റും വരുന്ന രക്ഷാകർത്താക്കൾ അവരുടെ വീടുകളിൽ ഇതൊക്കെ ചെയ്യും. ഒരു ക്രിയ വിശദീകരിച്ച് പ്രസംഗിക്കുന്നതിന് നല്ലത് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ചുരുങ്ങി 5-10 വീട്ടുകാരെ അവിടെ വരുമല്ലോ. അവരുടെ വീടുകളൊക്കെ അവരുടെ കുട്ടി ജനിക്കുന്ന സമയത്ത് ഇതൊക്കെ അവർക്ക് ചെയ്യണമെന്ന് തോന്നും. കാരണം ഒരു കുഞ്ഞിനെ പറ്റി സങ്കല്പമുണ്ട്, എത്ര നിരീശ്വരവാദിയാണെങ്കിൽ പോലും. അപ്പോൾ അവരിതൊക്കെ ചെയ്യും, സ്വാഭാവികം ചെയ്ത് മുൻപോട്ട് വരും. ഇതാണ് വേണ്ടത്. പിന്നെ മധുപ്രാശനം. മധുവിൻ്റെ തേൻ എന്തൊക്കെയാണ്? തേനും വയമ്പും സ്വർണവും പാലും ചേർത്ത് കുഞ്ഞിന് നൽകുക. അപ്പോൾ തേന് വേണം, വയമ്പ് വേണം, സ്വർണം വേണം. പിന്നെ കാരണം പാലുകുടി എന്ന ചടങ്ങ് ശരിക്കും ഇതാണ്. ഈ ദിവസം പാലുകുടി എന്ന് പറയുന്ന ചടങ്ങ് പല ഭാഗത്തും പാലുകുടി എന്ന് പറയും. ആ പാല് കൊടുക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് രണ്ടായിട്ട് ചെയ്യാം. കാരണം ഒന്നുകിൽ നമുക്ക് തേനും വയമ്പും സ്വർണവും കൊടുത്ത ശേഷം പാല് വേറെ കൊടുക്കാം, അതായിരിക്കും നന്നായിരിക്കും. കാരണം പാല് കൊടുക്കുമ്പോൾ ഇത് അധികം കൊടുക്കാൻ പറ്റില്ല. കാരണം സ്വർണം എത്ര ശുദ്ധമാണെങ്കിലും ഒന്ന് തികയാനേ പറ്റും. കണ്ടമാൻ തേച്ച് ഇതാക്കാൻ പാടില്ല, അത്ര മതി സ്വർണം. ശരീരത്തിൽ സ്വർണം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഊർജ്ജവും ഉത്സാഹവും ഒക്കെ ഉണ്ടാവും. ഇവിടെ സ്വർണത്തിന് പ്രത്യേകത. ചെമ്പ് ചേർത്താൽ ഭയമുണ്ടാവും. അതുകൊണ്ട് ചെമ്പ് കഴിയുന്നു ചെമ്പില്ലാത്ത ശുദ്ധമായ തങ്കം തന്നെ കിട്ടാൻ ശ്രമിക്കാം. പണ്ടുകാല തറവാടുകൾ അങ്ങനെ ചെയ്യാം. ഒരു തങ്കത്തിൻ്റെ സൂചി ഉണ്ടാക്കിയിട്ട് അത് ഈ വയമ്പിൽ അടിച്ച് കയറ്റി വയ്ക്കും. 8 വയസ്സ് വരെ കൊടുക്കാനത് മതിയാവുന്നുണ്ട് കേട്ടോ. അപ്പം മന്ത്രം ഈ ക്രിയ എങ്ങനെ ചെയ്യാം? തേനും വയമ്പും സ്വർണവും പാലും ചേർത്ത് കുഞ്ഞിന് നൽകണം. മന്ത്രം ചൊല്ലുന്നതോടെ ഇത് സ്പൂൺ കൊണ്ട് സ്വല്പം കുട്ടിയുടെ നാവിൽ തേക്കുക. കൈ കൊണ്ട് തേച്ചാൽ
കയ്യിൽ അശുദ്ധി ഉണ്ടാവും, അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ സാധാരണ പറയാറില്ല, സ്വർണ്ണ കരണ്ടി കൊണ്ടാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വെള്ളി കൊണ്ടുള്ള ചെറിയൊരു കരണ്ടി ഉണ്ടാക്കാം, ചെറിയ സ്പൂൺ ഉണ്ടാക്കാം. കേട്ടല്ലോ, ഒരു മലയാള പ്രയോഗമാണ്, സ്വർണ്ണ കരണ്ടി കൊണ്ടാണ് ജനിച്ചത്. ഇതാണ് കാരണം. മനസ്സിലായോ? ജനിച്ച ഉടനെ ചെയ്യേണ്ട ക്രിയ ആയതുകൊണ്ട് എല്ലാവരും സ്വർണ്ണ കരണ്ടി കൊണ്ട് ജനിക്കണം. നമ്മൾ ആരും ഒരു കുഞ്ഞും മോശമല്ല. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ഇന്ന് വലിയ നടക്കുന്ന കാര്യമല്ല, ഒരു വെള്ളിയെങ്കിലും ആകും. മന്ത്രം ചൊല്ലുന്നതോടെ ഇത് സ്പൂൺ കൊണ്ട് സ്വല്പം കുട്ടിയുടെ നാവിൽ തേക്കുക. മാന്യമായ വാക്കുകളും മധുരമായ സംസാരവും കുഞ്ഞിന് വളർന്നു വരാൻ എല്ലാവരും പ്രാർത്ഥിക്കും. ഇതിൻ്റെ പ്രത്യേകത, ആ കുഞ്ഞിന് നാവിലാണ് തേക്കുന്നത്, മധുരമായ വാക്കുകൾ വേണം. കേട്ടോ? അതുപോലെ മാന്യമായ സംസാരം വേണം. സംസാരം വാക്കും മാന്യവും മധുരവുമായിരിക്കണം. അതിനാണ് തേൻ ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യമായിട്ട് ചെയ്യാം. പാല് വേറെ കൊടുക്കാം, കാരണം പാൽ എല്ലാവരും കൊടുക്കണമെന്ന് പറയും. ഇതെല്ലാവരും നക്കി കൊടുക്കുന്നത് ശരിയല്ല. കാരണം അവരുടെ ചെറിയ കുഞ്ഞാണ്, 28 ദിവസമായിട്ടേ ഉള്ളൂ. രോഗബാധ പെട്ടെന്ന് വരും. പാലും അതുപോലെ കൂടെ ശ്രദ്ധിച്ചില്ലേ വയറിളക്കം വരും. പേരിനെ കൊടുക്കാമോ? ശരിക്കും എൻ്റെ അഭിപ്രായം അപ്പോഴും അച്ഛനും അമ്മയും ബന്ധുക്കളും അടുത്ത 1-2 പേര് മാത്രം മുതിർന്ന ഗുരുജനങ്ങൾ മാത്രം കൊടുത്താൽ മതി. എന്താ മന്ത്രം? വ്രതേ ദദാമി മധുനോ ഘൃതസ്യ വേദം സവിത്ര പ്രസൃതം മഘോനാം ആയുഷ്മാൻ ഗുപ്തോ ദേവതാഭി ശതം ജീവ ശരദോ ലോകേ അസ്മിൻ. വ്രതേ ദദാമി മധുനോ ഘൃതസ്യ വേദം സവിത്ര പ്രസൃതം മഘോനാം ആയുഷ്മാൻ ഗുപ്തോ ദേവതാഭി ശതം ജീവ ശരദോ ലോകേ അസ്മി. 100 കണക്കിന് വർഷം ജീവിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇയാൾ ജ്ഞാനിയായിത്തീരണം ആണ് സങ്കല്പം. അപ്പം വ്രതേ ദധാമി മധുനോ ഘൃതസ്യ വേദം സവിത്ര പ്രസൃതം മഘോനാം ആയുഷ്മാൻ ഗുപ്തോ ദേവതാഭി ശതം ജീവ ശരദോ ലോകേ അസ്മി. ഇതാണ് ഇതിൽ പ്രധാന മധുപ്രാശനം, അല്ലെങ്കിൽ വയമ്പ് കൊടുക്കുക എന്നുള്ള ചടങ്ങ്. ഇത്രയുള്ളൂ. ചെറിയൊരു ക്രിയകളാണ് ഇതൊക്കെ, വലിയ വലിയ ക്രിയകളൊന്നുമല്ല, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. തയ്യാറെടുപ്പ് കുറച്ച് സമയം എടുക്കുന്നു. പിന്നെ സൂര്യ നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്ന സൂര്യനിൽ നിന്നാണ്. ആ കുഞ്ഞിന് അമ്മയിൽ നിന്ന് ഊർജം സ്വീകരിച്ചാണ് പ്രസവിക്കുന്നത്. പിന്നെ വളരുന്നത് അമ്മയുടെ ഊർജം സ്വീകരിച്ചുകൊണ്ടാണ്. മുലപ്പാൽ, അമൃത തുല്യമായ ക്ഷീരം കഴിച്ചാണ് കുട്ടി വളരുന്നത്. അത് മാത്രം അത് പോരാ, ലോകത്തിലെ ചൈതന്യം മുഴുവൻ സ്വീകരിക്കാൻ പറ്റണം. കാരണം അറിവും ബുദ്ധിയും വികസിക്കണമെങ്കിൽ സൂര്യൻ്റെ ആരാധന ആവശ്യമുണ്ട്. അപ്പോൾ സൂര്യ നമസ്കരിക്കാം. സാധാരണ സൂര്യൻ നമസ്കരിക്കുക സങ്കല്പമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. സൂര്യൻ തേജസ്സിൻ്റെയും പ്രകാശത്തിൻ്റെയും ചലനാത്മകതയുടെയും പ്രതീകമാണ്. ഉത്സാഹവും അധ്വാനവും ക്ഷമയും ദൃഢനിശ്ചയവും വളർന്നു വരണം. ഇതിൻ്റെയൊക്കെ പ്രതീകമായ സൂര്യനെ നമസ്കരിക്കുക. സൂര്യൻ എന്താ പ്രത്യേകത? ഒരു നിമിഷം പോലും ഒരിടത്ത് നിൽക്കുന്നില്ല, നിരന്തരമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ കത്തിത്തീരുന്നതനുസരിച്ച് ആർക്കാ ഗുണം? ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഗുണമുണ്ട്. അർത്ഥം അത്രയും ചൈതന്യം സൂര്യനുണ്ട്. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവർക്ക് പോലും പ്രകാശം കൊടുക്കാൻ കഴിയുന്നത്. അങ്ങനത്തെ സന്താനമാണ് സമൂഹത്തിന് ഗുണകരമായതാണ് സന്താനം. തൻ്റെ മാത്രം കാര്യം ഇവർ നോക്കണ്ട, കുടുംബക്കാരും വീട്ടുകാരും ആരും തോന്നി നോക്കില്ല. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ടല്ലോ, അവിടെ നമ്മളെന്താ പറയുക, ഭാര്യയോ മക്കളെയോ അമ്മയോ സഹോദരന്മാരോ ഒന്നും ശ്രദ്ധിക്കാത്ത മനുഷ്യര് അവനൊരു മൃഗത്തെ പോലെയാണെന്ന് പറയാം. ആർക്കും ഉപദ്രവമില്ല, സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരോ നല്ല മനുഷ്യൻ കേട്ടോ, ആർക്കും ഉപദ്രവമില്ല എന്ന് പറയാം. പക്ഷെ നമ്മുടെ സങ്കല്പം അതല്ല. ആ സങ്കല്പം എന്താണ്? തനിക്കും തൻ്റെ കുടുംബത്തിനും മാത്രമല്ല, ചുറ്റുമുള്ള സമൂഹത്തിനും ധാരാളം ഗുണങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാവും. കൊടുക്കണമെങ്കിൽ എന്ത് വേണം? കടമയിട്ടല്ല കൊടുക്കേണ്ടത്, തൻ്റെ കയ്യിൽ ശക്തി വേണം, തൻ്റെ ഉള്ളിൽ ഊർജം വേണം. ഇതിനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം എല്ലാ തരത്തിലുമുള്ള കഴിവ് തനിക്കുണ്ടാകാൻ സൂര്യനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ 8-ാമത്തെ വയസ്സിൽ ഗായത്രി മന്ത്രം ജപിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ സൂര്യ നമസ്കാരം.
കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കാൻ സൂര്യനിൽ നിന്നാണ്. സൂര്യൻ തേജസ്സിൻ്റെയും പ്രകാശത്തിൻ്റെയും ചലനാത്മകതയുടെയും പ്രതീകമാണ്. ഉത്സാഹവും അധ്വാനവും ക്ഷമയും ദൃഢനിശ്ചയവും വളർന്നു വരണം. ഇതിൻ്റെയൊക്കെ പ്രതീകമായ സൂര്യൻ നമസ്കരിക്കാം. ക്രിയ പറയാം. അമ്മ കുട്ടിയെ എടുത്തുകൊണ്ട് വെളിയിൽ പുറത്തേക്ക് പോയി സൂര്യദർശനം ചെയ്യിക്കുക. സൂര്യനെ കാണിക്കുക. ഈ ലോകം വളരെ മനോഹരമാണ്. ആ മനോഹരമായ ലോകത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ട അമ്മയുടെ അച്ഛൻ്റെ ജോലിയാണ്. അത് ആദ്യം ഈ സമയത്ത് ചെയ്യണം. അതിന് പ്രത്യേകം. കാരണം വീട്ടിനുള്ളിൽ വളർന്നാൽ പോരെ. കഴിവുണ്ടാകാൻ പുറത്തേക്ക് ഇറങ്ങണം. ഈ ലോകം എത്ര മനോഹരമാണ് എന്ന് അനുഭവിക്കാൻ കഴിയണം. ഏറ്റവും മനോഹരമായും ചൈതന്യവത്വമായത് സൂര്യനെയാണ് പ്രതീകമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓം, ആ മന്ത്രം ഇതാണ് കാണിക്കുന്ന മന്ത്രം. ഓം തക്ഷുർ ദേവഹിതം പുരസ്ത ശുക്രമുച്ചരത് പശ്യേമ ശരദശതം പ്രബ്രവാമ ശരദശതം അദീനാ സ്യാമ ശരദശതം ഭൂയശ്ച ശരദശതാത് എന്ന മന്ത്രം ജപിച്ചിട്ടാണ് സൂര്യനെ കാണിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു കണ്ണ് സൂര്യനും ഒരു കണ്ണ് ചന്ദ്രനുമാണെന്നാണ് സങ്കല്പം. സന്ധ്യാവനമൊക്കെ ചെയ്യുമ്പോൾ അറിയാൻ കഴിയും. സൂര്യചന്ദ്രന്മാർക്കിരി പിടാമായ തൃക്കണ്ണുരണ്ടും തിരുവിടാഭയം എന്ന് ശിവസ്തുതിയിലുണ്ട്. ആചമനം ചെയ്യുന്ന സമയത്ത് നമ്മൾ വലത് കണ്ണ് തൊടുന്ന ഓം സൂര്യായ നമഃ, ഇടത് കണ്ണ് സോമായ നമഃ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തൻ്റെ ഉള്ളിലുള്ള ആ ഉൾക്കണ്ണ് തുറക്കണം. ശരിക്കും ഇവിടെ കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞാൽ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ എന്ന് പറഞ്ഞ കണ്ണാണ്. ഈ കണ്ണ് മാത്രമല്ല, തൻ്റെ ഉൾക്കണ്ണ് തുറക്കണം. അതിനാണ് സൂര്യനെ പ്രതീകമായിട്ട് സൂര്യനെ സങ്കല്പിക്കുന്നത്. ഓം തക്ഷുർ ദേവഹിതം പുരസ്താ ശുക്രമുച്ചരൻ പശ്യേമ ശരദശതം പ്രബ്രവാമ ശരദശതം അദീനാ സ്യാമ ശരദശതം ഭൂയശ്ച ശരദശതാത്. അതിനുശേഷം ഭൂമി പൂജനം. പിന്നെ തൻ്റെ അമ്മയിൽ നിന്ന്, തൻ്റെ കുടുംബങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരങ്ങളിൽ നിന്ന്, വയമ്പിൽ നിന്ന്, ഇതൊക്കെ ഊർജ്ജം കിട്ടേണ്ടത് സൂര്യനിൽ നിന്ന് കിട്ടിയ ശേഷം പിന്നെ നമുക്ക് ഊർജ്ജം ഭൂമിയിൽ നിന്നാണ്. അമ്മ കഴിഞ്ഞാലുള്ള മാതാവ് ഭൂമി മാതാവാണ്. അപ്പോൾ ആ ഭൂമി മാതാവോട് ബന്ധപ്പെടുന്ന ക്രിയയാണ് അടുത്തത് ഭൂമി പൂജനവും ഭൂമി സ്പർശനവും എന്നുണ്ട്. ഭൂമി അമ്മയാണ്. ഭൂമി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകണം. ഭൂമിയുടെ സ്വഭാവ വൈശിഷ്ട്യം കുഞ്ഞിനുണ്ടാകണം. ക്ഷമ, ദാനശീലം, സഹനശക്തി, സമ്പത്തിൻ്റെ കലവറ എല്ലാം ഭൂമിയുടെ ഗുണവിശേഷങ്ങൾ. ഭൂമി വളരെ വിശിഷ്ടമായതാണ്. അവിടെ സമ്പത്ത് നമ്മൾ ഭൂമിയിൽ നിന്നുണ്ടാകുന്നത്. അതുപോലെ ദാനശീലം ഉണ്ടാകും. ഭൂമി ദാനശീലമുണ്ട്, ഭൂമിക്ക് ക്ഷമയുണ്ട്, സഹനശക്തിയുണ്ട്. ഈ ഗുണമൊക്കെ കുഞ്ഞിനുണ്ടാകും. കുട്ടിയുടെ മാതാപിതാക്കൾ ജലഗന്ധ പുഷ്പാക്ഷരം കയ്യിലെടുത്ത്, ജലം ഗന്ധം പുഷ്പം അക്ഷരം കയ്യിലെടുത്ത് മന്ത്രം ചൊല്ലുന്നതോടുകൂടെ ഭൂമിയെ പൂജിക്കുകയാണെന്ന് ഭാവന ചെയ്യുക. ശേഷം സംസ്കാര ക്രിയകൾക്ക് ഭൂമി ദേവിയോടും പ്രാർത്ഥിക്കുക. ഓം മഹീദ്യൗ പൃഥിവീ ചന ഇമം യജ്ഞം മിമിക്ഷതാം പിപൃതാം നോ ഭരീമഭി. ഓം പൃഥിവ്യേ നമ ആവാഹയാമി സ്ഥാപയാമി ധ്യായാമി എന്ന് ഭൂമി ദേവി പ്രാർത്ഥിച്ചു ആവാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വരെ എല്ലാ ക്രിയകളും ഭൂമി ദേവിയുടെ അനുഗ്രഹം കൂടെ വേണം. ജലഗന്ധ പുഷ്പാക്ഷരങ്ങൾ ഭൂമിയിൽ സമർപ്പിക്കുക. മന്ത്രം ചൊല്ലിക്കഴിയുമ്പോൾ പൂജിച്ച സ്ഥലത്ത് കുട്ടിയെ കിടത്തുക. ഭൂമിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിലത്തെ കിടത്തേണ്ട കേട്ടോ. അവിടെ കിടക്കൊന്നും വേണ്ട. മണ്ണിൽ കളിച്ചെങ്കിൽ ഊർജ്ജം ഉണ്ടാവണം എന്നൊരു നിയമമുണ്ട്. മണ്ണിൽ കളിക്കണം, മണ്ണിൽ ജീവിക്കണം. ഇന്നത്തെ കുട്ടികൾ മിക്കവാറും എന്താ പറയുക, അവർ മണ്ണിൽ കളിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് അവർക്ക് ധാരാളം നഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് പൊതുവെ ചെരുപ്പിടാൻ നടക്കാൻ സമ്മതിക്കില്ല, മണ്ണിൽ കളിക്കാൻ സമ്മതിക്കില്ല. അവർ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നത് അതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പോരാ, മണ്ണ് നമ്മുടെ അമ്മയാണ് കേട്ടല്ലോ. ഇത് ജലപുഷ്പ ഭൂമി സമർപ്പിക്കാം. എന്നിട്ട് ആ കിടക്കുന്ന സമയം മന്ത്രം ഭൂമി ദേവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ച് ഭൂമിയിൽ കിടക്കുന്നു. ഓം സ്യോന പൃഥിവിനോ ഭവാന്യക്ഷര നിവേശനി യച്ഛാന ശർമ്മ സപ്രധ അപന
ശോഷു ച ദഖം, ശോഷു ശോചുദനസഖം, ശോഷു ച ദനഖം, കേട്ടോ എന്നാണ് മന്ത്രം. അപ്പോൾ ഭൂമിയെ സമർപ്പിച്ചു, സൂര്യന് സമർപ്പിച്ചു, എല്ലാം സമർപ്പിച്ചു. പിന്നെ നാമകരണമാണ്. നാമകരണത്തിൽ ആദ്യത്തെ മന്ത്രം ശരിക്കും പറഞ്ഞാൽ നാമകരണം വളരെ വിശേഷപ്പെട്ട കാര്യമാണ്. ഒരു കുഞ്ഞിനെ ജപിക്കുന്ന ആദ്യത്തെ മന്ത്രോപദേശമാണ് നാമകരണം. അതുകൊണ്ട് നാമകരണം വളരെ ശ്രദ്ധിക്കണം. ആദ്യം ശരിക്കും ജനിച്ച ഉടനെ കുഞ്ഞിൻ്റെ ചെവിയിൽ നമ്മൾ ഇഷ്ടദേവത ഒരു മന്ത്രം ഉപദേശിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ സമയത്താണ് ഉപദേശിക്കേണ്ടത്. മനസ്സിലായോ? അപ്പം പേരിൻ്റെ പ്രത്യേകത എന്താണ്? പേര് അർത്ഥമുള്ളതായിരിക്കണം. കാരണം നമ്മൾ മന്ത്രം ജപിക്കുന്ന, നമുക്ക് മിക്കവാറും നമ്മളെല്ലാവരും മന്ത്രം ജപിക്കുന്നവരാണ്. മന്ത്രജപത്തിലെ അക്ഷരസ്പന്ദനങ്ങൾ നമ്മൾ എത്രത്തോളം സ്വാധീനിക്കുന്ന ജീവിതത്തെ അനുഭവിക്കാൻ നമുക്ക് കഴിയും. ഇതുപോലെ ആ കുഞ്ഞിനെ, അതുവരെ ശരിക്കും ഈശ്വര ചൈതന്യമുള്ള കുഞ്ഞിന് നമ്മുടെ കുഞ്ഞായിട്ട് വളരുന്ന സമയത്ത് ചില പ്രത്യേക ഗുണവിശേഷങ്ങൾ വേണം. അതനുസരിച്ച് അർത്ഥമുള്ള ഈശ്വരീയമായ പേരാണ് കൊടുക്കേണ്ടത്. നിരന്തരമായിട്ട് ആ പേര് വിളിക്കുന്ന സമയത്ത് ദാമോദരൻ നിരന്തരമായി വിളിക്കുമ്പോൾ അയാൾ ഞാൻ ദാമോദരനാണെന്നൊരു ഭാവം വളരും. കൃഷ്ണന്റെ പര്യായമാണത്. ആ കൃഷ്ണന്റെ ഗുണങ്ങൾ മുഴുവൻ അയാൾ മെല്ലെ മെല്ലെ കേട്ട് 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 അതായിത്തീരും. ഒരു പേരിടുന്നത് അതായിത്തീരാൻ വേണ്ടിയിട്ടാണ്. നാരായണനാമം ജപിക്കുന്നത് ശിവം ഭൂത്വ ശിവം യജത്, ശിവനാമം ജപിക്കുന്നത് ശിവനായിത്തീരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നാരായണനാമം ജപിക്കുന്നത് നാരായണനായിത്തീരാൻ വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞിനെ നിരന്തരമായിട്ട് സത് പേര് വിളിക്കുന്ന സമയത്ത് ആ ഗുണം അയാൾ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. പേരർത്ഥമില്ലെങ്കിലും ആ നമ്മൾ കർണാടക സംഗീതത്തിൽ ഒരു സരിഗമ തുടങ്ങിയ ചില രാഗങ്ങളൊക്കെ ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ചില ഗുണവിശേഷങ്ങളുണ്ടാവും. അപശബ്ദമാണെങ്കിലോ പ്രതിലോമ ചൈതന്യമാണ് അവൾ വളരുന്നത്. അതുകൊണ്ട് പലപ്പോഴും അർത്ഥം രാമകൃഷ്ണ എല്ലാവരും മ്യൂട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നാമപ്രഖ്യാപനം ചെയ്യുന്ന സമയത്ത് നാം നല്ല പേര് തിരഞ്ഞെടുക്കണം. പണ്ട് കാലം സാധാരണ ഒരാൾക്ക് കുഞ്ഞുണ്ടായാൽ അയാളുടെ അച്ഛൻ്റെ പേരാണ്, ആൺകുട്ടിയാണെങ്കിൽ അച്ഛൻ്റെ പേരാണ്, മുത്തച്ഛൻ്റെ പേരാണ് പേരക്കുട്ടിക്ക് കൊടുക്കുക. എന്താ കാരണം? ഇവർ തമ്മിൽ സ്വഭാവങ്ങളിൽ വളരെ 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 സാമ്യതയുണ്ടാവും. ഒരാൾക്ക് തൻ്റെ മകനോടല്ല ശരിക്കും ബന്ധം, മകൻ്റെ മകനോട്. പെൺകുട്ടിയാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ പേരാണ്. ചുരുങ്ങി 4-5 കുട്ടികളെങ്കിലും വേണം. കാരണം ഇന്ന് ഹിന്ദുക്കൾ ദരിദ്രനാണ്. ഇതൊരു കുട്ടിയോടെ വന്നു, അവരുടെ കുട്ടി സമ്പത്തിഷ്ടം പോലെ ഉണ്ട്. എന്താ കാര്യം? അവർ നിരാശയാണ്. കുഞ്ഞിൻ്റെ വളർച്ച എന്താവും അറിയാത്ത ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കുട്ടി ഉണ്ടായിട്ടല്ലേ, ഒരു 3-4 കുട്ടിയോട് വേണ്ടേ? നിങ്ങളിപ്പോൾ ദരിദ്രമാണ്, ഒരു കുട്ടിയുള്ളൂ, സമയമുണ്ട്, ശ്രമിക്കാൻ പറയും. അപ്പോൾ ധാരാളം സന്താനങ്ങൾ വേണം. പേരിടാൻ വഴിയതാണ്. 4 പേരിടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം കുഞ്ഞുണ്ടായാൽ ആൺകുട്ടിയാണ് അച്ഛൻ്റെ പേരിടാം, പെൺകുട്ടിയാണെങ്കിൽ തൻ്റെ അമ്മയുടെ പേരിടാം, അടുത്തത് അമ്മയുടെ പേരിടാം, അമ്മയുടെ അച്ഛൻ്റെ പേരിടാം. പേരിനൊരു യാതൊരു ബുദ്ധിമുട്ടില്ല. അത് ഈശ്വരീയമായ ആയിരിക്കണം കേട്ടോ. അപ്പം എന്തായാലും അങ്ങനെ പേരിടും, അങ്ങനെ പ്രഖ്യാപിക്കില്ല. അല്ലെങ്കിൽ നല്ല ഈശ്വരീയമായ നാമം തിരഞ്ഞെടുത്തിട്ട് വേണം ചെയ്യാൻ. ചില നക്ഷത്രങ്ങൾക്ക് ചില പ്രത്യേക നക്ഷത്രങ്ങൾ, ചില അക്ഷരങ്ങൾ തുടങ്ങിയ പേര് നല്ലതാണെന്ന് പറയാറുണ്ട് സാധാരണ. അത് നല്ല ജ്യോത്സ്യന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. നല്ല ജ്യോത്സ്യന്മാർ. പിന്നെ മാതൃഭൂമി പഞ്ചാംഗത്തിലൊക്കെ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇയാൾക്ക് ഏത് നക്ഷത്രമാണ്, ഏത് പേരാണ് ഈ കുട്ടി യോജിക്കുക എന്ന് ജനിച്ച നക്ഷത്രം അനുസരിച്ച് പറയും. ഒരു ക്രമമുണ്ട്. പക്ഷെ നല്ലത് പാരമ്പര്യം ഓർമ്മിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പേരിടുന്ന ആദ്യത്തെ മന്ത്രോപദേശമാണ് നാമകരണം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് പേരിന് വളരെ പ്രാധാന്യമുണ്ട്. ഏതൊരാളെ സംബന്ധിച്ചും ഏറ്റവും ഇഷ്ടം തന്നെയായിരിക്കും. അല്ല, ഒരു സങ്കല്പം ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ തന്നെയാണ്, വേറെ കാര്യമൊന്നുമല്ല. വലിയ വേദാന്തം പറഞ്ഞ കാര്യമില്ല. ഞാൻ ലോകത്തിൽ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു പറഞ്ഞ കാര്യമൊന്നുമില്ല. ധാനുണ്ടെങ്കിൽ തന്നെ തന്നെ സ്നേഹിക്കേണ്ടത്, എന്നോട് സ്നേഹം ഉണ്ടാവുള്ളൂ കേട്ടല്ലോ. അത് മനോഹരമായിരിക്കണം. കുട്ടിക്കാലത്ത് ഓമന കൊണ്ട് നമ്മൾ ചില പേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രായമായ വലിയ ബുദ്ധിമുട്ടാണത് കേട്ടല്ലോ. അതുകൊണ്ട് നല്ല മനോഹര അർത്ഥവത്തായിരിക്കുന്ന വളരെ നീളം കുറഞ്ഞിട്ടുള്ള പേര് വേണ്ട.
പെട്ടെന്ന് സ്മരിക്കാൻ പറ്റിയ രീതിയിൽ ഈശ്വരീയമായിരിക്കണം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ പേരിനുള്ള പ്രാധാന്യമുണ്ട്. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടം തന്നെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ തൻ്റെ പേര് കേൾക്കുന്നതിന് അഭിമാനകരമായിരിക്കും. അതുകൊണ്ട് തന്നെ തൻ്റെ പേരുകൾ അഭിമാനകരമായിരിക്കും. മന്ത്രം ചൊല്ലിക്കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ചെവിയിൽ 3 പ്രാവശ്യം പേര് പറയുക. ഈ മന്ത്രം ജപിച്ചു കഴിയാം, ഇത് ചൊല്ലിക്കണം. അതിനുശേഷം ആ പേര് പറയേണ്ടത് വലത് ചെവിയിലാണ് പേര് പറയേണ്ടത്. സാധാരണ ഒരു രീതി അനുസരിച്ച് ഇടത് ചെവി വെറ്റില കൊണ്ട് അടച്ചു പിടിച്ച് വലത് ചെവി തരണം. കാരണം മന്ത്രോപദേശം വലത് ചെവിയിലൂടെ കൊടുക്കാറ്. ഇത് മന്ത്രോപദേശമായതുകൊണ്ട് വലത് ചെവിയിലാണ് പേര് പറയേണ്ടത്. ഓം മേധാം തേ ദേവ സവിത, മേധാം ദേവി സരസ്വതി, മേധാം തേ അശ്വിനോ ദേവോ ആധത്തം പുഷ്കരസ്രജ എന്ന മന്ത്രം ജപിച്ചു കഴിഞ്ഞ ശേഷം 1-2 പ്രാവശ്യം ജപിക്കാം. കുഞ്ഞിൻ്റെ പിതാവും മാതാവും അത് കഴിഞ്ഞ് ചുറ്റുമുള്ളവർ പ്രാർത്ഥിച്ച് പറയണം കേട്ടല്ലോ. ഓം മേധാതേ ദേവ സവിത, മേധാം ദേവി സരസ്വതി. നമുക്ക് മേധ തരുന്നത് 2 ദേവതാസങ്കല്പങ്ങളിലും. ഒന്ന് സവിത, പിന്നെ സരസ്വതി. മേധാം തേ അശ്വിനോ ദേവോ, അശ്വിനി ദേവന്മാരാണ് നമുക്ക് മേധ തരുന്നവരാവട്ടെ. ആധത്ത പുഷ്കരസ്രജോ എന്ന മന്ത്രം ചൊല്ലി, അത് ചൊല്ലിയ ശേഷം 3 പ്രാവശ്യം ചെവിയിൽ മന്ത്രം പറയണം കേട്ടല്ലോ. എന്നിട്ട് എല്ലാവരും ഈ സമയത്ത് ആശീർവദിക്കണം. ഇത് സ്വകാര്യമാണ് പറയേണ്ടത്. പിന്നെ എല്ലാവരും മനസ്സിലാക്കാൻ എന്ത് വേണം? അച്ഛൻ ഈ പേര് 3 പ്രാവശ്യം പറയണം. ഓരോ പ്രാവശ്യം പറയുമ്പോഴും ചുറ്റും എല്ലാവരും പറയണം. ശിശുവിൻ്റെ പേര് പറയുക, എല്ലാവരും ചേർന്ന് പറയുക, ദീർഘായുഷ്മാനാകട്ടെ. ഇപ്പം രാമൻ അവർ ചെയ്യുക, രാമൻ എന്ന് എല്ലാം ഉറക്കെ പറഞ്ഞ് ദീർഘായുഷ്മാനാകട്ടെ എന്ന് പറയാം. രാമൻ എല്ലാവരും ചേർന്ന്, അപ്പോൾ എല്ലാവരും ചേർന്ന് പറയണം. ശിശുവിൻ്റെ പേര് പറഞ്ഞ ശേഷം എല്ലാവരും ചേർന്ന് ഒന്നിച്ച് പറയണം. രാമൻ ദീർഘായുഷ്മാനാകട്ടെ, ധർമ്മിഷ്ഠനാവട്ടെ. ആദ്യം ദീർഘായുഷ്മാനാവട്ടെ, 2 ധർമ്മിഷ്ഠനാവട്ടെ, 3-ാമത് വളരെ പുരോഗതിയുള്ളവരാകട്ടെ, പുരോഗതിയുള്ളതാളാവട്ടെ. കാരണം അയാൾ പിന്തിരിപ്പനാവാൻ പാടില്ല. പുരോഗതിച്ചാൽ മുൻപോട്ട് പോകും. പുരോഗതിച്ചാൽ മുൻഭാഗമാണ്. വളരെ പെട്ടെന്ന് മുൻപോട്ട് പോകാൻ കഴിയുന്ന ഒരാളായിരിക്കണം. പുരോഗാമി ആകട്ടെ ആണ് സങ്കല്പം. എല്ലാവരും ചേർന്ന് പറയുക, ഈ പറയണം കേട്ടല്ലോ. പിന്നെ അടുത്തത് പരസ്പരം കൈമാറണം. കുഞ്ഞിനെ അമ്മയ്ക്ക് മാത്രം വളർത്താൻ പറ്റില്ലല്ലോ, അച്ഛന് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെ വളർത്തേണ്ട ചുമതല അച്ഛനാണ്. ഗർഭകാലത്ത് വളർത്തേണ്ട ചുമതല മാത്രമേ അമ്മയ്ക്കുള്ളൂ. കാരണം അമ്മ തപസ് ചെയ്യേണ്ട ഗർഭകാലത്ത്. ആ കുഞ്ഞിനെ ലോകം കാണിക്കാനുള്ള അനുവാദം കൊടുത്തു. സൂര്യനെ കാണിച്ചു, ഭൂമിയെ കാണിച്ചു, എല്ലാം കാണിച്ചു. വളർത്തേണ്ടത് അച്ഛനാണ്. അച്ഛനെ കുട്ടിക്കൊണ്ടിനെ വളർത്തേണ്ടത് കേട്ടല്ലോ. അപ്പോൾ പരസ്പര കൈമാറ്റം. ഇതുവരെ കുട്ടി കൂടുതൽ സമയവും അമ്മയുടെ അടുത്താണ് കഴിഞ്ഞിരുന്നത്. അമ്മയ്ക്ക് മാത്രം കുഞ്ഞിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇനി ശ്രദ്ധിക്കാനാവില്ല. കുട്ടിയുടെ സർവതോമുഖമായ വളർച്ചയിൽ അമ്മയ്ക്കുള്ള അതേ ഉത്തരവാദിത്വം പിതാവിനും വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾക്കുമുണ്ട്. ഈ കൈമാറ്റക്രിയ മുഖേന വീട്ടിലുള്ള സകല അംഗങ്ങളും കുട്ടിയെ തങ്ങളുടെ മടിയിലെടുക്കുക, തങ്ങളുടെ ഉത്തരവാദിത്വത്തെ പറ്റി അറിയുക, സ്നേഹാശിസ്സുകൾ അർപ്പിക്കുക. ഒരു കുഞ്ഞ് ഈശ്വരനാണ്. 6 മാസം വരെ പൂർണ്ണമായിട്ട് ഈശ്വരനാണ്. ആ കുഞ്ഞ് ഈശ്വരനായതുകൊണ്ടാണ് 6 മാസം വരെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ ചെയ്യാൻ കാരണം. അപ്പം അതുകൊണ്ട് കുഞ്ഞിന് ഈ കാലഘട്ടത്തിൽ വളർത്തേണ്ട ചുമതല ഗർഭകാലം മുതൽ, ഗർഭാധാനം മുതൽ 3-ാമത്തെ വയസ്സ് വരെ പൂർണ്ണമായിട്ടും കുഞ്ഞ് വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക്. ആ കാലത്താണ് സ്വഭാവ രൂപവൽക്കരണം നടക്കുന്നത്. ആ സമയത്ത് അവൻ കേൾക്കുന്നത്, കാണുന്നത് ഏതൊക്കെ അനുസരിച്ചാണ് അവൻ്റെ സ്വഭാവവും വാക്കുകളൊക്കെ ഉണ്ടാകും. ചെയ്യാം. അങ്ങനെ പരസ്പരം ഇതുവരെ കുട്ടി കൂടുതൽ സമയവും അമ്മയുടെ അടുത്താണ് കഴിഞ്ഞിരുന്നത്. അമ്മയ്ക്ക് മാത്രം കുഞ്ഞിൻ്റെ മുഴുവൻ ചുമതല ശ്രദ്ധിക്കാനാണ് വേണ്ടി. കുട്ടിയുടെ സർവതോമുഖമായ വളർച്ചയിൽ അമ്മയ്ക്കുള്ള അതേ ഉത്തരവാദിത്വം പിതാവിനും വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾക്കുമുണ്ട്. ഈ കൈമാറ്റക്രിയ മുഖേന വീട്ടിലുള്ള സകല അംഗങ്ങളും കുട്ടിയെ തങ്ങളുടെ മടിയിലിരുത്തുക, തങ്ങളുടെ ഉത്തരവാദിത്തത്തെ പറ്റിയിട്ട് അറിയുക, സ്നേഹ ആശിസ്സുകൾ അർപ്പിക്കുക. ആദ്യം ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം ആരംഭിക്കുന്നതോടെ അമ്മ
കുഞ്ഞിനെ അച്ഛൻ്റെ കൈ കൊടുക്കണം. കേട്ടോ, പിതാവ് മറ്റുള്ളവർക്ക് കൊടുക്കുക. ഓരോരുത്തരും കൈമാറി കൈമാറി വീണ്ടും മാതാവിൻ്റെ മടിയിലേക്ക് എത്തിക്കുന്നു. ഓം അഥ സുമംഗല നാമാനം. ആ പേര് അവിടെ ആ പേരെന്താ പേര് കേട്ടോ. ഹ്വയതി ബഹുകാര ശ്രേയസ്കര ഭൂയസ്കരേതി യ ഏവ വന്നാമാൻ ഭവതി കല്യാണമേവൈ തന്മാനുഷ്ഠ്യേ വാചോ വദതി എന്ന മന്ത്രം ജപിച്ചാൽ കൈമാറ്റം ചെയ്യേണ്ടത്. പുരോഹിതൻ പറഞ്ഞു കൊടുക്കുക, എല്ലാവരും മനസ്സിലൊക്കെ പറയാം, അത് ചെയ്താൽ മതി. പിന്നെ ലോകദർശനം. വീട്ടിലെ പ്രായം കൂടി ഏതെങ്കിലും വ്യക്തി കുട്ടിയെടുത്ത് വീടിന് പുറത്തേക്ക് കൊണ്ടുപോയി തുറന്ന ലോകവും തുറന്ന ആകാശവും കാണിക്കുന്നു. ഈ ലോകം സുന്ദരമാണ് എന്ന് പറഞ്ഞു. അവിടുത്തെ ചെടികളെ, അവിടുത്തെ പുഷ്പങ്ങളെ, കായ്കളെ, ചുറ്റുള്ള മനോഹരമായ അവസ്ഥ, ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. നമ്മളിലൂടെയാണ്, രക്ഷാകർത്താക്കളിലൂടെയാണ് ആ കുഞ്ഞു ലോകത്തെ മനസ്സിലാക്കേണ്ടത്. മൊബൈൽ ഫോണിലൂടെയല്ല. ഈ കാലം ഏറ്റവും വലിയ പ്രശ്നമാണ്. മൊബൈൽ ഫോണിലൂടെ ലോകത്തെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഇന്നലെ കുഞ്ഞുങ്ങൾ കേടുവരാൻ കാരണം. അപ്പം നമ്മളിലൂടെയാണ്, നമ്മൾ ചുമതലയാണ് കുട്ടിയെ വളർത്തുക, ലോകത്തെ ലോകത്തെ പറ്റി മനസ്സിലാക്കി കൊടുക്കാനുള്ള കാര്യം. കേട്ടോ. ഓം ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ ഭൂതസ്യ ജാത പരിരേഖ ആസി സ ദാധാര പൃഥിവീം ദ്യാമുതേമാം കസ്മൈ ദേവായ ഹവിഷാ വിധേമ. കസ്മൈ ദേവായ, അവിടെ കസമാണ്, കസ്മൈ ദേവായ ഹവിഷാ വിധേമ. പിന്നെ കുട്ടിയെ ബാലപ്രബോധനം, കുട്ടി എന്തായിത്തീരണം എന്നെല്ലാം ആശംസിക്കണം. ശിശുവിൻ്റെ വികസനത്തിന് സ്നേഹവാത്സല്യങ്ങൾ പോലെ തന്നെ ഉദ്ബോധനവും ആവശ്യമാണ്. എന്തായിത്തീരണം എന്ന് പറയണം. ഭാഷ മനസ്സിലാകില്ലെങ്കിലും ശബ്ദസ്പന്ദനങ്ങൾ കുട്ടിയെ സ്വാധീനിക്കുന്നു. ഏറ്റവും പ്രത്യേകത, നമ്മൾ ഭാഷയൊന്നും മനസ്സിലാവണ്ട, പക്ഷേ ഈ നമ്മുടെ മന്ത്രത്തിൻ്റെയാണ് ഭാരതീയ ഭാഷകളുടെ പ്രത്യേകത. ഓരോ വാക്കിലും ഒരു സ്പന്ദനമുണ്ട്. ഈ സ്പന്ദനം കുട്ടികൾക്കുണ്ടെങ്കിൽ മതി. അപ്പോൾ മന്ത്രസ്പന്ദനങ്ങൾ സ്വാധീനിക്കും. ശുഭകാര്യങ്ങൾ സ്നേഹത്തോടെ പറയുക. ആ കുട്ടി എന്തൊക്കെ ആയിത്തീരണം. ഇത് ശരിക്കും അവിടുത്തെ പുരോഹിതൻ മടിയിൽ വെച്ചാണ് പറയേണ്ടത്. പുരോഹിതൻ തപസ്വിയായ പുരോഹിതൻ, പുസ്തകം നോട്ട് നോക്കി പറയുന്ന ആളല്ല, തപസ്വിയായ ഒരാളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓം ശുദ്ധോസി ബുദ്ധോസി നിരഞ്ജനോസി സംസാരമായ പരിവർജിതോസി സംസാരമായ ത്യജമോഹനിദ്ര വാം സദ്ഗുരു ശിക്ഷയതീതി സൂത്രം. സദ്ഗുരുക്കന്മാർ ശിക്ഷ ഉണ്ടാവട്ടെ. നീ ശുദ്ധനായിരിക്കട്ടെ, ബുദ്ധിയുള്ളതാവട്ടെ, നിരഞ്ജനായിരിക്കട്ടെ. സംസാരമായ ഉണ്ടാകാൻ പാടില്ല. സംസാരമായ ത്യജമോഹനിദ്ര, അനാവശ്യമുള്ള സ്വപ്നം കണ്ട് നടക്കരുത്. ത്വാം സദ്ഗുരു ശിക്ഷയതീതി, നല്ല ഗുരുക്കന്മാരുണ്ടാവട്ടെ. ആ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ നീ ലോകത്തെ ജീവിക്കാൻ പ്രാപ്തനുള്ളതാവട്ടെ എന്ന് പറയും. പിന്നെ ആശീർവാദം, അത് എല്ലാവരും കൂടി ചാടേണ്ടത്. ഓം ബാലക് ത്വം ആയുഷ്മാൻ വർച്ചസ്വി തേജസ്വി ശ്രീമാൻ ഭൂയ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കേട്ടല്ലോ. ഓം ബാലക ത്വം ആയുഷ്മാൻ വർച്ചസ്വി തേജസ്വി ശ്രീമാൻ ഭൂയ. എന്നിട്ട് ഓം പിന്നെ ഒന്ന് എല്ലാവരും ചൊല്ല, മന്ത്രകാല ശ്ലോകം ചൊല്ല, ആശീർവാദം ചൊല്ല. ഓം ശതം ജീവ ശരദോ വർദ്ധമാന ശതം ഹേമന്താൻ ശതം ഉപാസന്താൻ ശതം ഇന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതി ശതായുഷ ഹവിഷേമ പുനർവാ. അഹാരിഷം ത്വാം വിദത്വാ പുനരാഗ പുനർനവ സർവാംഗ സർവം തേ ചക്ഷു സർവം ആയുശ്ചതേ വിധം എന്ന് ചൊല്ലുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുക, ആശീർവദിക്കുക. പിന്നെ മംഗളശ്ലോകം ചൊല്ലി അവസാനിപ്പിക്കാം. സർവേപി സുഖനഃസന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാകും. പിന്നെ പൂജ ചെയ്തിട്ട് ഇത് അവസാനിക്കാം. കേട്ടല്ലോ. അപ്പോൾ പ്രധാനമായ ഒരു ചടങ്ങ് കൂടി കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ പിന്നെ 6 മാസം തികഞ്ഞാൽ അന്നപ്രാശനം നിർവഹിക്കേണ്ടത്. അപ്പോൾ അതുവരെ കുഞ്ഞീശ്വരനാണ്. ഭൂമിയിൽ മറ്റാഹാരം കഴിച്ചു തുടങ്ങുന്നത് വരെ കുഞ്ഞീശ്വരൻ തന്നെയാണ്. ഒരു ഈശ്വരൻ വീട്ടിൽ അവതരിച്ചാൽ എത്ര ഭക്തിയും ശ്രദ്ധയും ഉണ്ടാവും. അതേ ശ്രദ്ധ 6 മാസം തികയുന്നത് വരെ കരുതണം.
6 മാസം വരെ കുട്ടിയെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം കുഞ്ഞ് ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ഈശ്വരീയമായ ഒരു സങ്കല്പത്തിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. കേവലം മനുഷ്യന്റെ ജീവിയല്ല, മനുഷ്യ ജീവിയല്ല, ഈശ്വര ചൈതന്യം തന്നെയാണ് എന്ന സങ്കല്പത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ശരി. അപ്പോൾ അതിൻ്റെ നോട്ട് തരും. കഴിഞ്ഞ നോട്ടൊക്കെ മെല്ലെ മെല്ലെ തരും. കിട്ടിയില്ല തരും. നോട്ട്സ് കിട്ടുന്നുണ്ട്, ചെയ്യാവുന്നതുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും പഠിക്കാം കേട്ടോ. 2-3 പ്രാവശ്യം ഈ ക്ലാസ് എടുക്കും. ഇത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ അടുത്തത് കുറച്ചുകൂടി വിശദമായ ഒരു ക്രിയയാണ്. കാരണം ആഹാരം ഉണ്ടാക്കേണ്ടത് എവിടെയാണ്, കുറച്ച് നിയമങ്ങൾ ഇത് കുറച്ച് കൂടുതലാണ്. യജ്ഞം ശരിയായ ഒരു അഗ്നിയിൽ യജ്ഞം ചെയ്ത ശേഷമാണ് നമ്മൾ അന്നപ്രാശനം നടത്തുന്നത്. അതുവരെ ഇവിടെ യജ്ഞം നടത്താം. പക്ഷെ എന്താ പ്രശ്നം, ഒരു യജ്ഞം നടത്തുമ്പോൾ ആ അന്തരീക്ഷത്തിനകത്ത് ശുദ്ധി വേണ്ടത് ശുദ്ധി ഉണ്ടാവില്ല. അതിൽ പുകയൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ കുഞ്ഞിന് ബുദ്ധിമുട്ടാണ്. കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യും. വേണ്ട, ഒരു ക്രിയ മാത്രം, ഒരു പൂജ മാത്രം മതി എന്ന് സങ്കല്പിക്കാൻ കാരണം. ശരി. അപ്പോൾ കേരളീയമായ ചടങ്ങിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഇതിനകത്ത്. കാരണം ഇത് കേരളത്തിൽ ഗൃഹസൂത്രങ്ങളെ അനുസരിച്ച് ക്രിയാരത്നമായും അങ്ങനെ ചില പുസ്തകങ്ങൾ അടിസ്ഥാനം ചെയ്യുന്നത്. ഇത് ഔത്രാഹ സമ്പ്രദായത്തിലുള്ള ഉപയോഗിച്ച് ചെയ്യുന്നു. അതിന് ചെറിയ വ്യത്യാസമുണ്ടോ, പക്ഷെ അർത്ഥമൊക്കെ അതിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. ശരി. എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിൽ ലളിതമാക്കിയിട്ടാണ് ഈ ചടങ്ങുകൾ ചെയ്യുന്നത്. ആർക്കും ബുദ്ധിമുട്ട്, ആരുടെ സഹായമൊന്നും വേണം. സ്വന്തമായിട്ട് ഈ നോട്ട് നോക്കി സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. ആർക്കും പുരോഹിതനാവാം എന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശരി. നമസ്കാരം. നമസ്കാരം. ഇത് നമുക്ക് അമ്പലത്തിൽ ചെയ്തോളൂ ഇത്? ചെയ്യാം. മനസ്സിലായോ? കുടുംബക്ഷേത്രത്തിലൊക്കെ ഉണ്ടെങ്കിൽ. ഓ, അമ്പലത്തിൽ തന്നെ ചെയ്യാം. കാരണം അമ്പലത്തിൽ ഇപ്പോൾ വെറുതെ ചടങ്ങൊന്നും നടക്കുന്നില്ലല്ലോ. ഷീട്ടാക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ. അവിടെയൊക്കെ ചെയ്യാം. കുടുംബക്ഷേത്രത്തിലേ ഏ ആ ചെയ്യാം. കുടുംബക്ഷേത്രം അവിടെ ചെയ്യാം. വിഷയമുണ്ട്. ശരി. നമ്മുടെ ധർമ്മമാണ് സംഭവം എല്ലാവർക്കും ചെയ്തു കൊടുക്കുക എന്നുള്ള കാര്യം. നമ്മൾ വീട്ടിൽ ചെയ്യണം, മറ്റവർക്ക് പറഞ്ഞു കൊടുക്കണം. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഓം നമ ശിവായ. 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 വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ടമഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരും നിവർന്നിരിക്കുക. ഈ അധ്യയനം നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഹിന്ദു സമൂഹത്തിനും ഉപയോഗപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.